ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 3 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മോഡ്യൂൾ 2 ഒരു ടോപ്പിക് നമുക്ക് ഇന്ന് നോക്കാം. മോഡ്യൂൾ 2 ഒരു മേജർ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് കൺഫേമൽ മാപ്പിംഗ് എന്താണെന്ന്. ഓക്കെ, കൺഫേമൽ മാപ്പിംഗ്. ആദ്യം മാപ്പിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് മാപ്പിംഗ്? ഒരു പോയിന്റ് ഒരു റീജിയനിൽ നിന്ന് വേറൊരു റീജിയനിലേക്ക് ഒരു സർട്ടൺ ഡേറ്റാസിനെ കോപ്പി ചെയ്യുന്നതിനെയാണ് നമ്മൾ മാപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജിയനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്പേസിൽ നിന്ന് അതേ ഡേറ്റ തന്നെ വേറൊരു സ്പേസിലേക്ക് കോപ്പി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് നേരെ മൂവ് ചെയ്യുന്നതിനെയാണ്. മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, കോപ്പി ചെയ്യുന്നതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? മാപ്പിംഗ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷൻസിൽ നമ്മൾ മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലെയിനിൽ നിന്ന് വേറൊരു പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാഫിൽ നിന്ന് വേറൊരു ഗ്രാഫിലേക്ക് നമ്മുടെ സർട്ടൺ കോംപ്ലക്സ് നമ്പറിനെ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷനെ കോപ്പി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി എന്താണ് മാപ്പിംഗ് എന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇറ്റ് മീൻസ് ടു മാപ്പ് എ സർട്ടൺ കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ ഫ്രം ഇസഡ് പ്ലെയിൻ ടു ഡബ്ല്യു പ്ലെയിൻ. ഇസഡ് പ്ലെയിൻ നിന്ന് ഡബ്ല്യു പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൺഫേമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. This is done by several functions of Z. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? സെവറൽ ഫംഗ്ഷൻസ് ഓഫ് Z. ഇസഡിന്റെ പല ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. The functions here used are W is equal to 1 by Z, W is equal to sin Z, e raised to Z, Z square. അങ്ങനെ പലതരത്തിലുള്ള ഫംഗ്ഷൻസ്, നമുക്ക് ഒത്തിരി ഫംഗ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ 4 ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മോഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്. ഓക്കെ, അതായത് നമുക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ കോംപ്ലക്സ് ഫംഗ്ഷനെ ഇസഡ് പ്ലെയിനിൽ, അതായത് എക്സ് ദിസ് വൺ വൈ, സോ ഇസഡ് ഈക്വൽ ടു എന്ത് കോംപ്ലക്സ് ആണ്? എക്സ് പ്ലസ് ഐ വൈ എന്നാണ് ആ കോംപ്ലക്സ് ഫംഗ്ഷനെ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എക്സ് 2 ആണ്, അതുപോലെ തന്നെ ഇസഡ് 3 ആണെന്ന് വിചാരിക്കുക. സോ 2 + 3i, അതായത് ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റ് വരും, ഇവിടെ എന്ത് വരും? 3 എന്ന് പറയുന്ന പോയിന്റ് വരും. ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ എനിക്ക് കിട്ടിയെന്ന് മനസ്സിലായി. അതായത് ഈ പോയിന്റ് ആണ് 2 + 3i എന്ന കോംപ്ലക്സ് നമ്പർ. ഇതിന് ഇക്വലന്റ് ആയിട്ട് വേറൊരു റീജിയൻ അല്ലെങ്കിൽ വേറൊരു ഗ്രാഫിലേക്ക്, വേറൊരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇതിനെ ഞാൻ പറയുന്നതാണ് ഇസഡ് പ്ലെയിൻ. ഇതൊരു 2 ഡയമെൻഷണൽ ഗ്രാഫ് ആണ് ഇസഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. അത് കോംപ്ലക്സ് നമ്പറിനെ അവിടെ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് പ്ലസ് ഐ വൈ എന്ന രീതിയിലായിരിക്കും. ഓക്കെ, ഇതിനെ വേറൊരു ഗ്രാഫിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനിലേക്ക് മാറ്റുകയാണ്. വേറൊരു ഫംഗ്ഷനിലേക്ക് ഞാൻ മാറ്റുമ്പോൾ എങ്ങനെ മാറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് വൺ ഇത് യു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, ദിസ് വൺ വി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് W ഈക്വൽ ടു U പ്ലസ് IV എന്നാണ്. സോ ഇതിന് ഇവിടെയും ഒരു പോയിന്റ് വരും. സോ ഇവിടെ ഒരു പോയിന്റ് വന്നെന്ന് വിചാരിക്കുക. അപ്പോ ഈ 2 + 3iക്ക് ഈക്വലന്റ് ആയിട്ട് W പ്ലെയിനിൽ, അതായത് ഇസഡ് പ്ലെയിനിന് ഈക്വലന്റ് ആയിട്ട് ഇവിടെ W പ്ലെയിനിൽ വരുന്ന പോയിന്റ് എന്താണ്? W പ്ലെയിനിൽ വരുന്ന കോംപ്ലക്സ് നമ്പറിന്റെ പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മാപ്പിംഗ് എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഇസഡ് പ്ലെയിനിന് ഈക്വലന്റ് ആയിട്ടുള്ള W പ്ലെയിനിലുള്ള പോയിന്റ് കണ്ടുപിടിക്കുകയാണ് ഞാൻ മാപ്പിംഗ് എന്നതുകൊണ്ട് മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രോബ്ലത്തിൽ മനസ്സിലാക്കാം. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ദിസ് ഈസ് ഡൺ ബൈ സെവറൽ ഫംഗ്ഷൻസ് ഓഫ് ഇസഡ്. ഇത് ചെയ്യുന്നത്, അതായത് മാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ഇസഡിന്റെ പല ടൈപ്പ് ഫംഗ്ഷൻസിന്റെ ബേസ് ചെയ്തിരിക്കും. അതായത് W എന്ന് പറയുന്ന വാല്യൂ, W എന്ന് പറഞ്ഞ് നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു പറഞ്ഞു. W എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഇസഡിന്റെ ഫംഗ്ഷൻ ഉള്ള ഒരു വാല്യൂ ആയിരിക്കും. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇസഡിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിൽ കിടക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് പല ടൈപ്പ് ഫംഗ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. 1 by Z, sin Z, e raised to Z, then also Z square. സോ ഇതിൽ ഒരു ഫംഗ്ഷനാണ് 1 by Z. അതെങ്ങനെയാണ് ചെയ്യുന്നതിന് ഓരോ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ 1 by Z എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, സോ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ദ ട്രാൻസ്ഫോർമേഷൻ W is equal to 1 by Z. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം W കൊടുക്കേണ്ട കോംപ്ലക്സ് ഫംഗ്ഷൻ, W എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് U പ്ലസ് IV എന്നാണ്. W എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് U പ്ലസ് IV ആണ്. അതുപോലെ ഇസഡിന് കൊടുക്കേണ്ടത് X പ്ലസ് IY എന്നുമാണ്. അപ്പോ ഇസഡിന് കൊടുക്കേണ്ടത് X പ്ലസ് IY എന്നാണ്, W കൊടുക്കേണ്ടത് U പ്ലസ് IV എന്നാണ്. അങ്ങനെയാണെങ്കിൽ W ഈക്വൽ ടു, അതായത് U പ്ലസ് IV ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ Z. Z എന്ന് പറയുന്നത് എന്താണ്? X പ്ലസ് IY എന്ന് ഞാൻ പറഞ്ഞു. 1 ഡിവൈഡഡ് ബൈ X പ്ലസ് IY.
സോ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ എന്ത് ചെയ്യണം, ഇനി ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക? 1 ഡിവൈഡഡ് ബൈ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന രീതിയിൽ അതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കോംപ്ലക്സ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കോംപ്ലക്സ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ. ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് യു പ്ലസ് ഐ വി ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് ഐ വൈ. എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് നമ്പർ. ഇപ്പം എക്സ് പ്ലസ് ഐ വൈ ആണ് ഇസഡ് എങ്കിൽ ഇസഡ് ബാർ ആണ് അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇസഡ് ബാർ? ബാർ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ കോൺജുഗേറ്റ്. എങ്ങനെയാണ് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക? ഐയുടെ കോഎഫിഷ്യന്റിന്റെ സൈൻ മാറ്റിയാൽ മതി. അതായത് എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ എന്നായിരിക്കും. എക്സ് പ്ലസ് ഐ വൈയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ എന്നായിരിക്കും. അതായത് ഐയുടെ ഫ്രണ്ടിൽ ഐ വൈ എന്ന് പറയുന്നത് അവിടെ എന്തായിരുന്നു? ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൽ പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ ഇസഡ് ബാറിലേക്ക് വരുമ്പോൾ അതെന്താ? കോഎഫിഷ്യന്റ് എന്തായി മാറും? മൈനസ് ആയി മാറും. അതായത് എക്സ് മൈനസ് ഐ വൈ. അപ്പോ ആ എക്സ് മൈനസ് ഐ വൈ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. വീണ്ടും അതേ നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡും ചെയ്യുക. എക്സ് മൈനസ് ഐ. ഓക്കെ അല്ലേ? ദെൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതുക. എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതാണല്ലോ വന്നിരിക്കുന്നത്. എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആ രീതിയിലാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് എ പ്ലസ് ബി എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഐഡന്റിറ്റി ആണ്. അതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ യു പ്ലസ് ഐ വി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കാര്യം എന്താണ്? ഐ സ്ക്വയർ വരികയാണ്. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. സോ ഈ രീതിയിൽ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ ആൾസോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ യു എന്ന് പറയുന്നത് ഐ വരാത്ത ടേം. എന്താണ് ഐ വരാത്ത ടേം? ആദ്യത്തെ കമ്പോണന്റ്. ഇതാണ് ഐ വരാത്ത ടേം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായിരിക്കും. അതുപോലെ വി ഈക്വൽ ടു ഐ വരുന്ന കമ്പോണന്റ് എന്താണ്? ഇതാ ഇവിടെയാണ് ഐ വരുന്ന കമ്പോണന്റ്. അപ്പൊ എന്താണ്? വൈ ഡിവൈഡഡ് ബൈ, വെറും വൈ ഡിവൈഡഡ് ബൈ എന്നാണോ? ഇവിടുത്തെ മൈനസ് സൈൻ കൂടെ എടുക്കണം. കാരണം എന്താ? ഇവിടെ വി എന്താണ്? പോസിറ്റീവ് ആണ്. സോ മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ യു എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതുപോലെ വി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടി എനിക്ക്. അണ്ടർ ഏത് ട്രാൻസ്ഫോർമേഷൻ? W is equal to 1/z. ഇനി ഇതേ പ്രോസസ്സ് നമ്മൾ തിരിച്ചാണ് ചേരുന്നതെങ്കിൽ, അതായത് ഈ എക്സ് പ്ലസ് ഐ വൈ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, യു പ്ലസ് ഐ വി ഡിനോമിനേറ്ററിൽ വെച്ചിട്ടാണ് ഇതേ കാൽക്കുലേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എക്സിന്റെയും ഒയുടെയും വാല്യൂ കിട്ടുമായിരുന്നു. ആ എക്സിന്റെയും ഒയുടെയും വാല്യൂ കിട്ടുന്നത് ഇതേ സ്ട്രക്ചറിൽ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നാണ്. ഒയ് ഈക്വൽ ടു മൈനസ് വി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നാണ്. അതായത് എക്സ് ഈക്വൽ ടു യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, അതുപോലെ വൈ ഈക്വൽ ടു എന്താണ്? മൈനസ് വി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന രീതിയിലായിരിക്കും എനിക്ക് കിട്ടുമായിരുന്നിരിക്കുക. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ്. എക്സിന് വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അതുപോലെ വൈക്ക് വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മൈനസ് വി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ദ ട്രാൻസ്ഫോർമേഷൻ അണ്ടർ W is equal to 1/z കാൽക്കുലേഷൻ വരുന്നത്. എങ്ങനെയാണ് അതിന്റെ ട്രാൻസ്ഫോർമേഷന്റെ ഡെഫിനിഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം ഇവിടെ പറയുകയാണ്, ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ക്വാഡ്രന്റ് x greater than 1 and y greater than 0.
എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്, ആൾസോ എന്താണ് y ഗ്രേറ്റർ ദാൻ 0 ആണ്. അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ w is equal to 1/z. അണ്ടർ ഏത് ട്രാൻസ്ഫോർമേഷനിലാണ് w equal to 1/z എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അതിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ അതിനാദ്യം എക്സ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് y ഗ്രേറ്റർ ദാൻ 0, അതായത് z പ്ലെയിൻ ഞാൻ വരയ്ക്കുകയാണ്. ദിസ് വൺ എക്സ് ആക്സിസ്, ഇതെന്താണ് y ആക്സിസ്. അപ്പോ എക്സ് ഗ്രേറ്റർ ദാൻ 1, ആദ്യം എന്താ എനിക്ക് വേണ്ടത്, എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുക. എക്സ് ഈക്വൽ ടു 1, ഇവിടെ ഒരു 1 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ ഇതായിരിക്കും. ഇനി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ എന്താ, ആ ലൈനിന് ടുവേർഡ്സ് റൈറ്റ് വരുന്ന വാല്യൂസിനെയാണ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത്. അതായത് ഇവിടെ വരുന്ന റീച്ച് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇനി അടുത്ത് പറയുന്നത് എന്താണ്, y ഗ്രേറ്റർ ദാൻ 0. എന്താണ് y ആക്സിസ് എന്ന് പറയുന്നത് ദിസ് വൺ, അത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ്, ഇതല്ലേ പോയിന്റ് 0 എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഇവിടുന്ന് മേലോട്ട്, അതായത് രണ്ടും വരുന്ന കമ്പൈൻഡ് റീജിയൻ എവിടെയാണ്, ഇതാണ് റീജിയൻ. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആൾസോ y ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അതാണ് എന്റെ റീജിയൻ. ഈ റീജിയൻ ഇക്വലന്റ് ആയിട്ട് ഇനി എനിക്കൊരു w പ്ലെയിൻ വരയ്ക്കാം. w പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ, ഇത് u ആയിരിക്കും, ദിസ് വൺ എന്തായിരിക്കും, v ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്, z പ്ലെയിൻ എന്ന് പറയും. ഇതിനെയാണ് എന്ത് പറയുന്നത്, w പ്ലെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ ഒരു റീജിയന് z പ്ലെയിനിന് കിട്ടിയ ഈ റീജിയൻ അത് ഗിവൻ ആയിരുന്നു. സോ ആ റീജിയനെ ഇക്വലന്റ് ആയിട്ട് നമുക്ക് w പ്ലെയിനിൽ കിട്ടുന്ന റീജിയൻ എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. z പ്ലെയിനിന് ഇക്വലന്റ് ആയിട്ട് w പ്ലെയിനിൽ കിട്ടുന്ന റീജിയൻ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം അതിനെ ഇക്വലന്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ എക്സിന് വരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സിന് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, u ഡിവൈഡഡ് ബൈ u² പ്ലസ് v². അങ്ങനെയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് u ഡിവൈഡഡ് ബൈ u² പ്ലസ് v² ഗ്രേറ്റർ ദാൻ 1. ഓക്കെ അല്ലെ, u ഡിവൈഡഡ് ബൈ u² പ്ലസ് v² ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാണ്. u² പ്ലസ് v² റൈറ്റിലോട്ട് വന്നു. സോ u ഗ്രേറ്റർ ദാൻ u² പ്ലസ് v². അങ്ങനെയാണെങ്കിൽ u² പ്ലസ് v² മൈനസ് u ലെസ് ദാൻ 0. u² പ്ലസ് v² മൈനസ് u ലെസ് ദാൻ 0. കാരണം ഈ യുവിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയപ്പോൾ പോസിറ്റീവായി, ഓപ്പൺ സൈഡിൽ വേറെ വാല്യൂ ഒന്നുമില്ല. സോ ലെസ് ദാൻ 0. ഇനി ഇതിനെ വീണ്ടും ഫർദർ സിംപ്ലിഫൈ ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി u² ഉണ്ട്, v² ഉണ്ട്, u ഉണ്ട്. അവിടെ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷന് 2 വേരിയബിൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അല്ലെ. 2 വേരിയബിൾ ഏതൊക്കെയാണ്, യുവും വിയും ആണ് 2 വേരിയബിൾ. ഓക്കെ, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. ഓക്കെ, ഈ 2 വേരിയബിളിന്റെയും ഡിഗ്രി എത്രയാണ്, 2. കാരണം യുവിന്റെ സ്ക്വയർ ആണ്, വിയും ആൾസോ എന്താണ്, സ്ക്വയർ ആണ്. അപ്പൊ 2 വേരിയബിളിന്റെ ഡിഗ്രി എത്രയാണ്, 2 ആണ്. സോ 2 വേരിയബിൾ ഉണ്ട്, ആ 2 വേരിയബിളിന്റെ ഡിഗ്രി 2 ആണെങ്കിൽ ആ കിട്ടുന്ന റീജിയൻ അല്ലെങ്കിൽ അത് ഫോം ചെയ്യുന്ന കോണിക് എന്ന് പറയുന്നത്, കോണിക്ക് പലതരത്തിലുള്ള കോണിക്ക് പഠിച്ചിട്ടുണ്ട്. പരാബോള, ഹൈപ്പർബോള, എലിപ്സ്, സർക്കിള്, അങ്ങനെയുള്ള കുറെ കോണിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ 2 വേരിയബിൾ, അതിന്റെ ഇക്വേഷൻ ഏത് രൂപത്തിൽ വരുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്, ആ 2 വേരിയബിൾസിന്റെയും ഡിഗ്രി എന്താണ്, 2 ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഫോം ചെയ്യുന്ന കോണിക് എന്ന് പറയുന്നത് സർക്കിൾ ആയിരിക്കും. അത് ഫോം ചെയ്യുന്ന കോണിക്ക് സർക്കിൾ ആയിരിക്കും. ഓക്കെ, ആ രീതിയിൽ ആണ് നമുക്ക് ഇവിടെ ഇക്വേഷൻ കിട്ടിയത്. ഇനി അതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. എന്താണ് സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. പ്ലസ് 2 നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ ഉദ്ദേശിക്കുന്നത് സർക്കിളിന്റെ റേഡിയസിനെയാണ്. അതുപോലെ എ കോമ ബി എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് ആണ്. ആ കോർഡിനേറ്റ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആ കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പൊ സെന്റർ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്, അതുപോലെ റേഡിയസ് എത്രയാണ്, ഈ 2 കാര്യം അറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുമല്ലോ. സെയിം കാര്യം തന്നെയാണ്. എ കോമ ബി എന്ന് പറയുന്നത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സർക്കിളിന്റെ സെന്റർ. ഓക്കെ അല്ലെ. അതുപോലെ ആർ എന്ന് വെച്ചാൽ റേഡിയസ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ, അതായത് ഈ ഒരു സ്ട്രക്ചറിലേക്ക് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ, ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഈ ഇക്വേഷനെ കൊണ്ടുവരണം. എങ്ങനെയാണ് നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റുക? അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ u² ഉണ്ട്, u ഉണ്ട്, u² ഉം u ഉണ്ട്.
സോ ആ ഒരു വേരിയബിൾ, അതായത് യു എന്ന് പറയുന്ന വേരിയബിളിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. യു സ്ക്വയർ ഉണ്ട്, യു ഉണ്ട്, അതുകൊണ്ട് യു എന്ന് പറയുന്ന വേരിയബിളിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക? പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? യുവിന്റെ കോഎഫിഷ്യന്റ് എന്താണ് നോക്കുക. യുവിന്റെ കോഎഫിഷ്യന്റ് എനിക്ക് എന്താണെന്ന് അറിയാം, 1 ആണെന്ന് അറിയാം. -1 ആണ്, ബട്ട് ഞാൻ സൈൻ എടുക്കുന്നില്ല, ജസ്റ്റ് 1. ആ യുവിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ് എടുക്കുക. യുവിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, 1ന്റെ ഹാഫ് എന്താണ്? 1/2 ആണ്. സോ എന്നിട്ട് ആ കിട്ടിയ കോഎഫിഷ്യന്റ് ഹാഫ് എടുത്തു, ഹാഫിന്റെ പിന്നെ എന്തെടുക്കണം? സ്ക്വയർ എടുക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, യുവിന്റെ കോഎഫിഷ്യന്റ് എന്താണ് അത് കണ്ടുപിടിക്കുക. അത് എത്രയാണ്? 1. അതിന്റെ ഹാഫ് എടുക്കുക. 1ന്റെ ഹാഫ് എന്താണ്? 1/2. അതിന്റെ സ്ക്വയർ എടുക്കുക. ആ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എങ്ങനെ വരും നോക്കാം. അതായത് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു, ഇത് ഇത്രയും ഇവിടെ ഉള്ള അതേ കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞതാണ് 1/2ന്റെ ഹോൾ സ്ക്വയർ. അതെങ്ങനെ കിട്ടിയത്? യുവിന്റെ കോഎഫിഷ്യന്റ് അത് 1 ആണ്, 1ന്റെ ഹാഫ് 1/2 ആണ്, ദെൻ അതിന്റെ സ്ക്വയർ 1/2 ദ ഹോൾ സ്ക്വയർ. ആ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുക, സെയിം വാല്യൂ കൊണ്ട് തന്നെ സബ്ട്രാക്റ്റും ചെയ്യുക. അപ്പൊ എന്ത് പറ്റും? നെറ്റ് എഫക്റ്റ് വാല്യൂ സെയിം തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ രീതിയിൽ കിട്ടും യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഇതില് യു സ്ക്വയർ മൈനസ് യു പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ, യു സ്ക്വയർ മൈനസ് യു പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയറിനെ കമ്പൈൻ ചെയ്ത് എനിക്ക് എഴുതാൻ പറ്റുന്നത് യു മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്നാണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ ഒരു സ്ട്രക്ചറിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. യു സ്ക്വയർ മൈനസ് യു പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. അതിനെ ചേർത്ത് എനിക്ക് എങ്ങനെ എഴുതാം? യു മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ബാലൻസ് എന്താ ഉള്ളത്? പ്ലസ് വി സ്ക്വയർ, പ്ലസ് വി സ്ക്വയർ. ഓക്കെ, അതുകൊണ്ട് ദെൻ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ. അതിനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇനീക്വാളിറ്റിയുടെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. ഇത് ലെഫ്റ്റ് സൈഡിലാണുള്ളത്, അതിന്റെ ഇനീക്വാളിറ്റിയുടെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. സോ ലെസ് ദാൻ 1/2 ദ ഹോൾ സ്ക്വയർ, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതായത് യു മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ 1/2 ദ ഹോൾ സ്ക്വയർ. അത് ഒരു കേസ് ഞാൻ എന്ത് ചെയ്തു? എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന റീജിയൻ അനുസരിച്ച് ഞാൻ കണ്ടുപിടിച്ച ഡബ്ല്യു പ്ലെയിനിലുള്ള റീജിയൻ ആണ് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ അല്ലേ? യു മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ 1/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1ന്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഒയ് ഗ്രേറ്റർ ദാൻ 0. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒയ് ഗ്രേറ്റർ ദാൻ 0. അതെങ്ങനെ വരും നോക്കാം. രണ്ടാമത്തെ കേസ് പറയുന്നത് ഒയ് ഗ്രേറ്റർ ദാൻ 0. ഒയ്ക്ക് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു. എന്താണ് ഒയ്ക്ക് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ? മൈനസ് വി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. സോ മൈനസ് വി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ അല്ലേ? ഒയ്ക്ക് പകരം കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? മൈനസ് വി ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. മൈനസ് വി ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ ഫർദർ ആയിട്ട് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ലെസ് ദാൻ 0. എന്തുകൊണ്ട് വി ലെസ് ദാൻ 0 ആയി? നെഗറ്റീവ് നമ്പർ കൊണ്ട് ഒരു ഇനീക്വാളിറ്റി ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈയോ ചെയ്യുന്ന സമയത്ത് അതിനെന്ത് സംഭവിക്കും? അതിന്റെ ഇനീക്വാളിറ്റി ചേഞ്ച് ആവും. ഗ്രേറ്റർ ദാൻ എന്ന രീതിയിലാണ് ഇക്വേഷൻ തന്നിരിക്കുന്നതെങ്കിൽ അതെന്തായി മാറും? ലെസ് ദാൻ എന്നായി മാറും. ലെസ് ദാൻ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അതെന്തായി മാറും? ഗ്രേറ്റർ ദാൻ ആയി മാറും. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? വി ലെസ് ദാൻ 0. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ദിസ് വൺ, ഇത് ഇക്വേഷൻ നമ്പർ 2. ആദ്യത് ഇക്വേഷൻ നമ്പർ 1, അതായത് യു മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ 1/2 ദ ഹോൾ സ്ക്വയർ. അതും കൂടെ എഴുതാം. യു മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ 1/2 ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ഇത് രണ്ടും വെച്ച് നമുക്ക് റീജിയൻ വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു സർക്കിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ സർക്കിളിന്റെ സെന്റർ എന്തായിരിക്കും നോക്കാം. സെന്റർ എന്തായിരിക്കും? എ കോമ ബി എന്നാ പറഞ്ഞത്. അതായത് 1/2 0. ഇവിടെ വിയുടെ കൂടെ ഷിഫ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ടാണ് 0. ഇവിടെ യുവിന്റെ കൂടെയുള്ള ഷിഫ്റ്റ് 1/2. അതുപോലെ റേഡിയസ് എന്താണ്? റേഡിയസ് വന്നിരിക്കുന്നത് 1/2, അതായത് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ്. അപ്പോ റേഡിയസ് എത്രയാണ്? 1/2. അപ്പോ സെന്റർ 1/2, 0യും റേഡിയസ് 1/2യുമായ സർക്കിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, ചില ക്വസ്റ്റ്യനിൽ മാത്രമേ വരയ്ക്കാൻ പറ്റൂ. സോ യു, ദിസ് വൺ ബി. 1/2, 0. 1/2, 0 എന്ന് പറയുന്നത് എക്സ് ആക്സിൽ എവിടെയെങ്കിലും ആയിരിക്കും വരിക. സപ്പോസ് ഇവിടെ എന്ന് വിചാരിക്കുക.
1/2, 0. അതുപോലെ റേഡിയസ് എന്താണ് 1/2. അങ്ങനെയാണെങ്കിൽ ഇതുതൊട്ട് ഇതുവരെ ആയിരിക്കും 1/2 അല്ലേ? സർക്കിൾ എങ്ങനെയായിരിക്കും വരിക? സംതിങ് ലൈക്ക് ദിസ് അല്ലെ? സർക്കിൾ ഇങ്ങനെയായിരിക്കും വരിക. ദെൻ പിന്നെ എന്താ പറയുന്നത്? റേഡിയസ് 1/2 എന്ന് പറഞ്ഞിട്ട് സർക്കിൾ വരച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ലെസ് ദാൻ. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ലെസ് ദാൻ. എന്താണ് ഈ ലെസ് ദാൻ ഉദ്ദേശിക്കുന്നത്? ഈക്വൽ ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സർക്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കും അതിന്റെ ഇൻഈക്വാലിറ്റി വരുന്നത്. ഓക്കെ അല്ലേ? സർക്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കും അതിന്റെ എന്ത് വരുന്നത്? ഇൻഈക്വാലിറ്റി റീജിയൻ വരുന്നത്. ലെസ് ദാൻ 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ സർക്കിളിന്റെ ഇൻസൈഡ്. ഇനി ഇത് ഗ്രേറ്റർ ദാൻ എന്നായിരുന്നെങ്കിലോ ഈ സർക്കിളിന് ഔട്ട്സൈഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ലെസ് ദാൻ ആയതുകൊണ്ട് സർക്കിളിന് ഇൻസൈഡ് ആണെന്ന് മനസ്സിലായി. ദെൻ അത് കഴിഞ്ഞു. പിന്നെ അടുത്ത് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? വി ലെസ് ദാൻ 0. ഓക്കെ, വി ആക്സിസ് ആണ് y ആക്സിസ്. വി ലെസ് ദാൻ 0. ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും? ദിസ് വൺ, ഇതിന് താഴോട്ടായിരിക്കും. ഇവിടെയാണ് 0. ഇത് വി ഗ്രേറ്റർ ദാൻ 0, ഇതെന്താണ്? വി ലെസ് ദാൻ 0. സോ ഇതിന് വരുന്ന റീജിയൻ എന്താണ്? ദിസ് വൺ. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടിന്റെയും കമ്പൈൻഡ് റീജിയൻ ആണ് നമുക്ക് വേണ്ടത്. അതായത് ഇവിടെ നിന്ന് താഴോട്ടുള്ള സെമി സർക്കിൾ, അതായത് എന്തായിരിക്കും റീജിയൻ? ദിസ് വൺ. ഇതായിരിക്കും റീജിയൻ. ഇത് 1/2, 0. അതുപോലെ ഇത് 0. ഓക്കെ, അതുപോലെ ഇത് ഓക്കെ, ഇതല്ല 1/2, 0. ഈ പോയിന്റ് ആയിരിക്കും 1/2, 0 എന്ന് പറയുന്നത്. അതുപോലെ റീജിയൻ എന്തായിരിക്കും? ദിസ് വൺ. ഓക്കെ, അപ്പോ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ മീൻ ചെയ്യുന്നത് എന്താണ്? ഇത് യു ആണ് എക്സ് ആക്സിസ്, ദിസ് വൺ വി ആണ് y ആക്സിസ്. അതായത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന റീജിയൻ എന്തായിരുന്നു? എക്സ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് y ഗ്രേറ്റർ ദാൻ 0. ഈ റീജിയന്, അതായത് ഇസഡ് പ്ലെയിനിലുള്ള ഈ റീജിയന് ഇക്വലന്റ് ആയിട്ട് എനിക്ക് W പ്ലെയിനിൽ വന്നപ്പോൾ വന്ന റീജിയൻ എന്താണ്? ദിസ് വൺ, സെമി സർക്കിളിന്റെ ഇൻസൈഡ്. ഇതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് അതിന് ഇക്വലന്റ് ആയിട്ട്, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് y ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ആ റീജിയൻ ഇക്വലന്റ് ആയിട്ട് നമുക്ക് കിട്ടിയ W പ്ലെയിനിൽ കിട്ടിയ റീജിയൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് വയ്ക്കുക. അത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു മാപ്പിംഗിന്റെ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Show that under the transformation W is equal to 1/z, the circle x square plus y square minus 6x equal to 0 is transformed into a straight line in the W plane. എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? Show that, അതായത് പ്രൂവ് ചെയ്യുക. അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W equal to 1/z എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഡിഫിനിഷൻ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാപ്പിംഗിന്റെ റൂൾ അനുസരിച്ച് ദ സർക്കിൾ, അതായത് ഇസഡ് പ്ലെയിനിൽ വന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ എക്സ്പ്രഷൻ ആയിരിക്കും? വേരിയബിൾസ് എന്തൊക്കെയായിരിക്കും? എക്സിന്റെയും ഒയ്യും ആയിരിക്കും അവിടെ വേരിയബിൾ. അപ്പൊ ഇസഡ് പ്ലെയിനിൽ വന്നിരിക്കുന്ന എന്താണ്? സർക്കിളാണ്. ഇസഡ് പ്ലെയിനിൽ ഞാൻ സർക്കിളാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അതാണ് വരച്ചു വെച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു 0. ആ സർക്കിളിനെ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ W പ്ലെയിൻ. അതായത് സർക്കിൾ ഇസഡ് പ്ലെയിനിൽ ഉണ്ടായിരിക്കുന്ന ഈ സർക്കിളിനെ ഞാൻ W പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ കിട്ടിയത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ അണ്ടർ W equal to 1/z എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനിൽ ഇസഡ് പ്ലെയിനിൽ നിന്ന് ഞാൻ ഇസഡ് പ്ലെയിനിൽ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ W പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത് എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം. ആദ്യം ഇക്വേഷൻ എഴുതുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എക്സിനും ഒയ്ക്കും കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യം അറിഞ്ഞിരിക്കണം. എക്സിന് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് u ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നാണ്. അതുപോലെ ഒയ്ക്ക് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ മൈനസ് വി ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നാണ്. ഓക്കെ അല്ലേ? നോ ഇത് രണ്ടും എടുത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എക്സ് സ്ക്വയർ ആകുമ്പോൾ u ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒയ് എന്താണ്? മൈനസ് വി ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 6 ഇൻറ്റു പിന്നെ എന്താ വന്നിരിക്കുന്നത്? 6x. എക്സ് ആകുമ്പോൾ എന്താണ് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ? ദിസ് വൺ 6 ഇൻറ്റു u ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു ദ
0. ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇനി ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതിനെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? u സ്ക്വയർ ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് മാറി മൈനസിന്റെയും കൂടെ സ്ക്വയർ എടുക്കുകയാണ്. അപ്പൊ എന്താവും? പ്ലസ് ആവും. സോ പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6u ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഫസ്റ്റ് രണ്ട് ടൈം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതായത് u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 6u ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 0. നമ്മളിവിടെ എഴുതിയിരിക്കുന്ന സാധനമാണ്. അതായത് ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്തു u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദെൻ ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ദെൻ ഇവിടെ എന്താ? സെയിം ടൈം അല്ലേ? ഒരെണ്ണം കട്ടായി പോകില്ലേ? ബാക്കി വരുന്നത് എന്താ? 1 ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് 6u ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടെയും എന്താണ്? ഡിനോമിനേറ്റർ വീണ്ടും സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ പോരെ? 1 മൈനസ് 6u ഡിവൈഡഡ് ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടെ ഡിനോമിനേറ്റർ ആണ്. ഇത് എവിടെ പോകും? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകും. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായി മാറും? 0 ആയി മാറും. കാരണം 0 ഇൻറ്റു എന്നല്ലേ വരുന്നത്. ദാറ്റ് ഈസ് 1 മൈനസ് 6u ഈക്വൽ ടു 0. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ u ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1/6. u ഈക്വൽ ടു 1/6. എന്താണ്? ഇതിനെങ്ങനെ എഴുതാം? 6u ഈക്വൽ ടു 1. അങ്ങനെയാണ് u ഈക്വൽ ടു 1/6. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ? അതാണ് ഇനി അടുത്ത് നോക്കേണ്ടത്. സോ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ദിസ് വൺ എക്സ് ആക്സിസ്, ഇത് എന്താണ്? y ആക്സിസ്. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണെങ്കിൽ ഇതായിരിക്കും എക്സ് ഈക്വൽ ടു 1 അല്ലെ? അതേപോലെ y ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ദിസ് വൺ എക്സ് ആക്സിസ്, ഇത് y ആക്സിസ് ആണെങ്കിൽ ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതാണ് y ഈക്വൽ ടു 2. അതായത് ഒരു വേരിയബിൾ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് നമ്പർ ആണെങ്കിൽ അതെല്ലായ്പ്പോഴും എന്ത് തന്നെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ u ഈക്വൽ ടു 1/6 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് u ആണ്, ദിസ് വൺ v ആണെങ്കിൽ ഇവിടെ 1/6 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും u ഈക്വൽ ടു 1/6. അപ്പോ u ഈക്വൽ ടു 1/6 എന്നാണ് നമ്മൾ ഈ ഒരു സർക്കിളിനെ മാപ്പ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. ആ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത്, ആ കിട്ടിയ u ഈക്വൽ ടു 1/6 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പം x ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഈക്വൽ ടു 1, അതുപോലെ y ഈക്വൽ ടു 2, ഇതെല്ലാം എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദാറ്റ് ഈസ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത് സെയിം ഒരു സംതിങ് നമ്പർ ആണെങ്കിൽ അതെല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും. ഇതെന്താ പറയുന്നത്? u ഈക്വൽ ടു 1/6. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് കൺഫോർമൽ മാപ്പിംഗ് എന്താണ് എന്നതിനെ കുറിച്ചാണ്. എന്താണ് കൺഫോർമൽ മാപ്പിംഗ്? എന്തിനാണ് കൺഫോർമൽ മാപ്പിംഗ്? എന്തിനാണ് കൺഫോർമൽ മാപ്പിംഗ്? ഒരു പ്ലെയിനിലുള്ള ഗ്രാഫിനെ അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള റീജിയനെ വേറൊരു പ്ലെയിനിലേക്ക് കോപ്പി ചെയ്യുക, അതിനെ മാറ്റുക. അതായത് നമ്മളിവിടെ പഠിക്കുന്നത് ഇസഡ് പ്ലെയിനിലുള്ള ഒരു കണ്ടന്റിനെ ഞാൻ എന്ത് പ്ലെയിനിലേക്ക് മാറ്റി? W പ്ലെയിനിലേക്ക് മാറ്റി. അങ്ങനെ W പ്ലെയിനിലേക്ക് മാറ്റുന്ന സമയത്ത് ഇസഡ് പ്ലെയിനിലുണ്ടാകുന്ന റീജിയന് എന്ത് ചേഞ്ച് ആണ് W പ്ലെയിനിലേക്ക് വരുമ്പോൾ വരുന്നത് എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ ടോപ്പിക്സും ആയിട്ടൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.